സേവ് പലസ്തീൻ റാലി നടത്തിയപ്പം കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗ് നടത്തിയപ്പോൾ ആ റാലിയിലെ മുഖ്യ പ്രഭാഷകനായിട്ട് ഇങ്ങേരെ വിളിച്ചു. ഇങ്ങേര് പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ കൂടെ ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് പറഞ്ഞു അവിടെ വെച്ച്. അത് ഫാക്റ്റാണ്, സത്യം പറഞ്ഞത്. പക്ഷേ ഇവരാഗ്രഹിച്ചത് ഹമാസ് വിശുദ്ധ സംഘടനയാണെന്നും പിന്നെ മറ്റേ മാത്രം പറയുന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഈ രീതി, ഞാൻ പറഞ്ഞില്ലേ, തലമുതിർന്ന അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പിന്നെ നേതാവ്, ഒരു മുഖ്യമന്ത്രി വീട്ടിൽ വന്നപ്പോൾ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പം ഇപ്പോൾ ഇദ്ദേഹത്തോട് സംസാരിക്കാൻ നേരത്ത് പട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന ബിസ്ക്കറ്റിൽ ഒരെണ്ണം പുള്ളിക്ക് തല നീട്ടിയ ആളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി പലപ്പോഴും മൂഡ് സിങ്ങിൻ്റെ ഭാഗമായിട്ട് അബ്നോർമലായിട്ട് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബേസിക്കലി നല്ല മനുഷ്യനാണ്, പാവമാണ്, നല്ല മനുഷ്യനാണ്, വിഷ്ണറി ആയിട്ടുള്ള ലീഡറാണ്. പക്ഷേ പുള്ളി കൺസിസ്റ്റൻ്റ് അല്ല. ഇന്നിപ്പോൾ നിൽക്കുന്ന അതേ ആ ഒരു സ്റ്റെബിലിറ്റി നാളെ ഉണ്ടാവില്ല അദ്ദേഹത്തിന്. നാളെ പുള്ളിക്ക് മൂഡ് സിങ് ഉണ്ടാവും എന്നുള്ളതാണ് പ്രശ്നം. രാജൻ നമസ്കാരം. നമസ്കാരം. രാജൻ ഭായി, ഇപ്പോൾ ഈ ശശി തരൂർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ ട്രബിൾ ചെയ്യും എന്ന് കരുതിയിരുന്നതാണ്. കാരണം എനിക്ക് തോന്നുന്നൊരു 2 വർഷമായിട്ട് നിരന്തരം കോൺഗ്രസിനെതിരെ നിശിതമായ വിമർശനങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരുന്നത്. പലപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് നിൽക്കാതെ പുറത്തിറങ്ങി കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ കെ.സി. വേണുഗോപാൽ ഒരാളുടെ ഒരു അഭ്യർത്ഥന കൊണ്ട് മാത്രമാണ് ഇദ്ദേഹം പിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിൽ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ ശശി തരൂരിനെതിരെ പ്രതികരിച്ചിരുന്നു. അപ്പോഴും കെ.സി. തന്നെയാണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഒരിക്കലും കളയാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എങ്കിൽ തന്നെയും ഈ ശശി തരൂരിനെ ഇപ്രാവശ്യം മെരുക്കി കോൺഗ്രസിൻ്റെ കൂടെ നിർത്താനായിട്ട് പ്രധാന പങ്ക് വഹിച്ച ആളായിരിക്കും? ചോദ്യത്തിന് പിന്നെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രിയങ്ക ഗാന്ധി അതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. കാരണം പ്രിയങ്ക ഗാന്ധി അവളുടെ ഡിപ്ലോമസി വെച്ച് പുലർത്തുന്ന ഒരു പൊളിറ്റീഷ്യനാണ്. പൊളിറ്റിക്സിൽ ഡിപ്ലോമസി വേണം. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ ഡിപ്ലോമസി ഇല്ലായ്മ കൊണ്ടാണ് രാഷ്ട്രീയത്തിനകത്ത് വരുമ്പം രാഹുൽ ഗാന്ധി ഇപ്പോഴും രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി അതിൽ നിന്ന് മാറിയിട്ട് രാഹുൽ ഗാന്ധി ഇരിക്കുന്ന പദവിയുടെ മഹത്വം തിരിച്ചറിയുകയും താനിരിക്കുന്ന രാഷ്ട്രീയ ഇപ്പോൾ ACC പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴും അത് അത്തരം കാര്യങ്ങൾ തിരിച്ചറിയാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പലരും കോൺഗ്രസ് വിട്ടുപോയത്. നബി ആസാദ് പോയി, പിന്നെ ഇയാൾ കപിൽ സിബൽ പോയി, അങ്ങനെയുള്ള ഒരുപാട് പേര് പോവുകയും പലരും BJP-യിലേക്ക് പോവുകയും പലരും പിന്നെ കപിൽ സിബൽ പോയത് SP-യിലേക്ക് പോയി. അപ്പം ഇവരൊക്കെ കോൺഗ്രസിന് അസറ്റായിരുന്നു. അങ്ങനെയുള്ള പലരും പിന്നെ വിട്ടുപോകുന്നതിനകത്ത് രാഹുൽ ഗാന്ധിക്ക് വലിയ പങ്കുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് സാധ്യമാകാത്തത്, അദ്ദേഹത്തിന് മാറാൻ പറ്റത്തില്ല അദ്ദേഹത്തിൻ്റെ രീതിയിൽ നിന്ന്. അത് പ്രിയങ്കയിലൂടെ കെ.സി. വേണുഗോപാൽ സാധിച്ചെടുത്തു എന്നുള്ളതാണ് അതിന് പറയാനുള്ള മറുപടി. പക്ഷേ ഈ ശശി തരൂരിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കണം. ഇപ്പോൾ 70 വയസ്സായി. 1956 ജനിച്ചതാണ് അദ്ദേഹം. സിബി പറഞ്ഞൊരു കണക്കനുസരിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ 2 വർഷമായിട്ടല്ല, ഏകദേശം പുള്ളി ആദ്യം 2009 ലോക്സഭയിലേക്ക് പിന്നെ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കുന്നതിന് മുമ്പ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിന് മുമ്പ് തൊട്ടേ തുടങ്ങിയിട്ട് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് 2008 തൊട്ട്. പക്ഷേ 2023 തൊട്ടാണ് ഇത് സ്ട്രോങ് ആയത്. ഇപ്പോൾ 3 വർഷമായി. 2023 ACC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുള്ളി മത്സരിക്കുന്നത്. അന്ന് തൊട്ടാണ് ഈ തലവേദന സൃഷ്ടിക്കലിൻ്റെ ആക്കം കൂട്ടുന്നത്, തുടക്കം വർദ്ധിക്കുന്നത്. തുടക്കം പണ്ടേ ഉണ്ട്, അതിൻ്റെ ഒരു പിന്നെ തീവ്രതയിലേക്ക് എത്തിക്കുന്നത്. അപ്പം പിന്നെ ഇദ്ദേഹം ഇപ്പോൾ 70 വയസ്സായെന്ന് പറഞ്ഞു. ഇദ്ദേഹം ഏകദേശം 1977 തൊട്ടോ മറ്റോ പിന്നെ 29 വർഷക്കാലം ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ച ആളാണ്. ലണ്ടനിലാണ് ജനിച്ചത്. കൽക്കട്ടയിലും ബോംബെയിലും ഒക്കെ ആയിരുന്നു ആദ്യത്തെ പ്രാഥമിക വിദ്യാഭ്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നീട് അദ്ദേഹം പിന്നെ വിദേശത്ത് പോയിട്ട് പഠിച്ചിട്ടുണ്ട്, അമേരിക്കയിൽ പോയി പഠിച്ചിട്ടുണ്ട്, ലണ്ടനിൽ പോയി പഠിച്ചിട്ടുണ്ടൊക്കെ ഉണ്ട്. ഉന്നത വിദ്യാഭ്യാസമുണ്ട്, നല്ല എഴുത്തുകാരനാണ്. വളരെ ചെറുപ്പത്തിലെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, എഴുത്തിനൊക്കെയുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, ലേഖനങ്ങൾക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്, ജേർണലിസ്റ്റിക് സെൻസുള്ള ആളാണ്, ഒക്കെയാണ്. നല്ല പ്രഭാഷകനാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് രാഷ്ട്രീയം നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ റോയൽറ്റിയും അതേപോലെ തന്നെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടും അല്ലാതുള്ള പരിപാടികളുടെ പ്രഭാഷകനായിട്ടും വിദേശത്തേക്ക് പോകുന്നതിന് കിട്ടുന്ന ഫീസും കൂട്ടിയാൽ തന്നെ പുള്ളിക്ക് കോടികൾ കിട്ടും ഇവിടെ MB ആയിട്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ. പുള്ളി കോഫി അന്നൻ UN സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കീഴിൽ കമ്മ്യൂണിക്കേഷൻ്റെയും ബാക്കിയുള്ള പിന്നെ വകുപ്പുകളുടെയും അണ്ടർ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചതാണ്. അതിനുശേഷം കോഫി അന്നൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് ഇദ്ദേഹം UN ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇന്ത്യയിൽ നിന്ന് ഒരാൾ മത്സരിക്കുന്നത്. ആരായിരുന്നു എനിക്ക് തോന്നുന്നത്, ബുദ്രോസ് അലി ആണെന്ന് തോന്നുന്നു, ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല അന്ന്. പക്ഷേ പിന്നെ അത് ഫലം കണ്ടില്ല.
അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കുന്നു. 14 വിജയം ആവർത്തിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന്, 19 വിജയം ആവർത്തിക്കുന്നു, 24 വിജയം ആവർത്തിക്കുന്നു, 4 വട്ടം വിജയിച്ചു. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പറ്റിയ കുഴപ്പങ്ങളുമുണ്ട്, പുള്ളിക്ക് പറ്റിയ കുഴപ്പങ്ങളുമുണ്ട്. പുള്ളിയെപ്പോലെ ഒരാളുകൊണ്ട് ഒരു MP ആയിട്ടോ അല്ലെങ്കിൽ സഹമന്ത്രിയായിട്ടോ ഇരിക്കാൻ വന്നതല്ല. അവിടെ UN അണ്ടർ സെക്രട്ടറി ആയിരുന്നു, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ്, ഒരു വിശ്വപൗരൻ എന്ന് പിന്നെ ചിലരെങ്കിലും വിശേഷിപ്പിച്ച ഒരാളാണ്. ആ രീതിയിൽ പുള്ളിയെ ക്യാബിനറ്റിൽ അക്കോമഡേറ്റ് ചെയ്യുന്നതിൽ പിഴവ് പറ്റിയിട്ടുണ്ടായിരുന്നു. 2009 ക്യാബിനറ്റിനകത്ത് പിന്നെ പുള്ളിയെ എടുത്തത് വിദേശകാര്യ സഹമന്ത്രിയായിട്ടാണ്. അപ്പം പിന്നെ ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ട് എടുത്തില്ല, വിദേശകാര്യ വകുപ്പ് മന്ത്രിയാവാൻ പറ്റുന്ന ആളായിരുന്നു. ഇയാളുടെ ടാലൻറ്റ് പിന്നീട് നരേന്ദ്രമോദി നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ ലോകം അറിയുന്ന ഒരാളാണ് ഇന്ത്യയിൽ നിന്ന്. ഒരുപക്ഷെ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ലോകം അറിയുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ പിന്നെ ഇദ്ദേഹം തന്നെയാണ്. കാരണം പല രാജ്യങ്ങളുമായിട്ടും നയതന്ത്ര ബന്ധങ്ങളൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നതാണല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള സ്കില്ല് വിദേശകാര്യ വകുപ്പിൻ്റെ ക്യാബിനറ്റ് മന്ത്രിയായിട്ട് വിനിയോഗിച്ചില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. സഹമന്ത്രി സ്ഥാനം കൊടുത്തു. പിന്നെ സുനിത പുഷ്കർ മരണവും പിന്നെ ലളിത് മോദി ഉയർത്തിയ IPL-ലുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളും ഒക്കെ കൂടെ കാരണം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. പിന്നെ ഇടക്കാലത്തും തിരിച്ചു വന്നു ഹ്യൂമൻ റിസോഴ്സിൻ്റെ മന്ത്രിയാക്കി ഇട്ടു. പക്ഷേ ഇദ്ദേഹത്തിന് ഇതിനകത്തൊക്കെ കൊതിക്കറവുണ്ടായിരുന്നു എന്നുള്ള. ഇദ്ദേഹത്തിൻ്റെ വിവാദങ്ങൾ തുടങ്ങുന്നത് 2008 നമ്മളെ ഭീകരാക്രമണങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് പുള്ളി എഴുതിയ ലേഖനമുണ്ട്. പുള്ളി ഇവിടെ MP ആവുന്നതിന് മുമ്പ്. അന്ന് ഇന്ത്യ ഇസ്രായേലിനോട് അസൂയപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ഇന്ത്യയിൽ നടന്നത് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റിയില്ല അന്ന് പിന്നെ എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം ആ ഒരു സംസാരം നടത്തുന്നത്. അപ്പോൾ അത് വലിയൊരു വിവാദമായിരുന്നു. അതിനുശേഷം 2008 പിന്നെ KP ഹോർമിസ് അനുസ്മരണ ചടങ്ങ് പരിപാടിയിൽ അദ്ദേഹം പിന്നെ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ്റെ പരിപാടിക്കകത്ത് ദേശീയഗാനം ചൊല്ലുമ്പം അമേരിക്കൻ സ്റ്റൈലിൽ നെഞ്ചത്ത് ഇങ്ങനെ കൈവെക്കണം എന്നുള്ളത് പറഞ്ഞത് അത് വലിയ വിവാദമായി. ഇന്ത്യൻ രീതികളോടുള്ള ഇതാണെന്നുള്ളത്. കേന്ദ്രമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഔദ്യോഗിക വസതി താമസിക്കുന്നതിന് പകരം 3 മാസത്തോളം പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എന്താ താമസിച്ചു എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളാണ് ദിവസം തന്നെ. പിന്നെ എത്രയെന്നുള്ള ചാർജ് ഞാൻ ഇതുവരെ താമസിച്ചിട്ടില്ല താജിൽ, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നീട് പിന്നെ കോസ്റ്റ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യണം എന്നുള്ള രീതിയിലുള്ള സോണിയാഗാന്ധി ഒരു നിർദ്ദേശം വെച്ച് ബിസിനസ് ക്ലാസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പം കാറ്റൽ ക്ലാസ് എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തി. കാറ്റൽ ക്ലാസ് എന്ന് പറയുമ്പോൾ കന്നാലികൾക്ക് പോകാനുള്ള, അതായത് എക്കണോമിക് ക്ലാസ്സിൽ ഇവിടുന്ന് യാത്ര ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യരെല്ലാം കന്നാലികളാണെന്നുള്ള രീതിയിലുള്ള ഒരു വിവാദം പുള്ളി ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് 2010 അദ്ദേഹം ഈ പിന്നെ ഇന്ത്യ പാക്, അതായത് പ്രധാനമന്ത്രിയുടെ കൂടെ സൗദി സന്ദർശനം നടത്തിയപ്പോൾ ഇന്ത്യ പാക് വിഷയത്തിൽ സൗദി മധ്യസ്ഥ വഹിക്കണം എന്നുള്ള പറച്ചിട്ട് പറഞ്ഞു. ഇന്ത്യ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് എല്ലാ കാലത്തും ഇന്ത്യയുടെ നിലപാട് ഇന്ത്യയും പാക്കും തമ്മിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആഭ്യന്തര പ്രശ്നമാണ്. പിന്നെ അതിനകത്ത് ഒരു കക്ഷിയുടെ മീഡിയേഷൻ, ഒരു രാജ്യത്തിൻ്റെ മീഡിയേഷൻ അനുവദിക്കില്ല എന്നുള്ള സ്റ്റാൻഡാണ് ട്രംപ് വിചാരിച്ചിട്ട് പോലും ഇന്ത്യ എടുത്തിട്ടുള്ളത്. അപ്പോഴാണ് ഇദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പം അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പിന്നെ കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ വലിയ ഫണ്ട് തട്ടിപ്പ്, പൈസ കൈപ്പറ്റി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വന്നിരുന്നു. പിന്നീട് ഇദ്ദേഹം ഒരു റീ എൻട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു വശത്ത് BJP-യുമായിട്ടുള്ള പല ചർച്ചകളും നടത്തിയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇദ്ദേഹം ഏറ്റവും കുറഞ്ഞത് പ്രതീക്ഷിച്ചത് ഉപരാഷ്ട്രപതി സ്ഥാനമാണ്, ഏറ്റവും കുറഞ്ഞത് മിനിമം പ്രതീക്ഷിച്ചത്. കാരണം ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ ഭാവിയിൽ അദ്ദേഹത്തിന് ആശങ്കയുണ്ട്. അപ്പോൾ ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് അദ്ദേഹം 2022 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം MP സ്ഥാനം രാജിവെച്ച് ഉപരാഷ്ട്രപതി ആയേനെ. പക്ഷെ അന്നാണ് ബംഗാളിൽ മമതയോട് കൂട്ടി കളിച്ചുകൊണ്ടിരുന്ന ജഗദീപ് ധൻഖറിനെ പിടിച്ചാക്കിയത് നരേന്ദ്രമോദി. അത് കഴിഞ്ഞിട്ട് BJP രണ്ടാമത് ജഗദീപ് ധൻഖറിനെ കൊണ്ട് രാജിവെപ്പിച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം CP രാധാകൃഷ്ണനെ കൊണ്ടുവന്നു. അപ്പോഴും ഇദ്ദേഹം കാത്തിരുന്നു. അന്നും ഇദ്ദേഹം കാത്തിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനും പ്രതീക്ഷിച്ചു. രണ്ടുപേർക്കും കിട്ടിയില്ല. CP രാധാകൃഷ്ണനെ കൊണ്ടുവന്നു. ഈ CP രാധാകൃഷ്ണനെ കൊണ്ടുവന്നതോടുകൂടി ഇദ്ദേഹത്തിന് മനസ്സിലായി ഇനിയിപ്പോൾ BJP-യുമായിട്ട് ഒട്ടി നിന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത്. BJP ഇദ്ദേഹത്തെ കൊണ്ടുപോയി കുഴിച്ചടിക്കാനാണ് നോക്കിയത്. ഇദ്ദേഹം രാജി എങ്ങനെയും വെച്ച് അവരെ കൂടെ ചേരുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും പദവികൾ കൊടുക്കാം. വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന
പിന്നെ എസ് ജയശങ്കർ ഇപ്പോൾ വിദേശകാര്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ സഹമന്ത്രിയായിട്ട് പോയി ഇരിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. അങ്ങനെ ഉണ്ട്. കാരണം ഇദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് അവിടെ ഉദ്യോഗസ്ഥനായിരുന്നതാണ്. അന്ന് പിന്നെ ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി പോലും ആയിട്ടില്ല. അന്ന് എനിക്ക് തോന്നുന്ന ഹൈക്കമ്മീഷണറോ അംബാസഡറോ മറ്റോ ആയിട്ട് ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പം അത്രയും കീഴ്ജീവനക്കാരനായിരുന്നു. അങ്ങനെ ഒരാളുടെ കീഴിൽ പോയി ജോലി ചെയ്യാന്ന് പറയുന്ന പിന്നെ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവർ പിന്നെ ഇപ്പം പി ജെ കുര്യനും പി സി അലക്സാണ്ടറും വരെ ഉപരാഷ്ട്രപതി സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു. പി ജെ കുര്യൻ ഓഫർ ഉണ്ടായിരുന്നു എന്നാണ് പി ജെ കുര്യൻ അവകാശപ്പെടുന്നത്. എന്തായിരുന്നാലും ഇദ്ദേഹം 2022 AICC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അന്നാണ് പിന്നെ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഐക്യകണ്ഠേന മല്ലികാർജ്ജുൻ ഖാർഗെ കൊണ്ടുവരാൻ നേരത്താണ് പുള്ളി നോമിനേഷൻ കൊടുക്കുന്നത്. നോമിനേഷൻ കൊടുത്തപ്പോൾ അതിനെതിരെ വലിയ വിമർശനം വന്നു. പക്ഷേ MK രാഘവനും ഹൈബി ഉടൻ ഉൾപ്പെടെയുള്ള MP വരെ ഇദ്ദേഹത്തെ പിന്താങ്ങുകയും 10,000 ചില്ലാനും വോട്ടും പിടിച്ചു വന്നു. തീർച്ചയായിട്ടും പിടിച്ചു അദ്ദേഹം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ കാണുന്നത് കോൺഗ്രസ് ഐക്യകണ്ഠേന അങ്ങനെ തീരുമാനിച്ചു വിട്ടുന്നതിനേക്കാൾ ആ മത്സരം നടത്തിയത് നന്നായി എന്നുള്ളത്. കാരണം ജനാധിപത്യ പാർട്ടി എന്ന ഒരു ഇമേജ് അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു ശശി തരൂരിൻ്റെ. ആ സമയത്ത് ശശി തരൂരിന് വല്ലാത്തൊരു ഹൈപ്പ് കിട്ടി. ഹൈപ്പ് കിട്ടുക മാത്രമല്ല, ഇവിടെ VD സതീശൻ്റെയും പിന്നെ രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ ഉറക്കം പോകുന്ന അവസ്ഥയായിപ്പോയി. കാരണം ഇയാൾ 2026 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുമോ എന്നുള്ളത്. കാരണം പുള്ളി പിന്നെ ഇങ്ങനെ ട്രെൻഡ് സൃഷ്ടിക്കുന്നു, പിന്നെ ഇപ്പോൾ ഭാവി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുന്നു. മാത്രമല്ല സമുദായ നേതാക്കൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ യാത്ര നടത്തുന്നു, സമുദായ നേതാക്കന്മാരെ മുഴുവൻ പോയി കാണുന്നു. കോൺഗ്രസ്സുകാർ വിചാരിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടാത്ത സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും വരെ പുള്ളിക്ക് കൊടുക്കുന്നു, കാന്തപുരത്തെ കാണുന്നു, ശിഹാബ് തങ്ങളെ കാണുന്നു, മുസ്ലിം ലീഗ് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ 2023 പ്രശ്നങ്ങൾ തുടങ്ങുന്നതിൻ്റെ കാര്യം, പക്ഷേ ഇദ്ദേഹത്തിന് ഗുണമുണ്ടായി. മത്സരിച്ചുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തെ മറ്റു പല മുതിർന്ന നേതാക്കന്മാരെയും കോൺഗ്രസ് പാർട്ടിക്കകത്ത് വർഷങ്ങളായിട്ട് പണിയെടുക്കുന്നവരെയും ഒഴിവാക്കിയിട്ടും ഇദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഇടാൻ നിർബന്ധിതനായി. AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടില്ലെങ്കിൽ ശശി തരൂർ ഒരിക്കലും വർക്കിംഗ് കമ്മിറ്റി വരില്ല. അപ്പം പ്രവർത്തക സമിതിയിൽ അംഗമായി. പക്ഷേ 2023 മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ടവനായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ മറ്റുള്ളവരെല്ലാം കൈവിട്ടുകൊണ്ട് ഇദ്ദേഹത്തെ CM കാൻഡിഡേറ്റായിട്ട് അവർ പിന്നെ 2026 തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥിതി അന്തരീക്ഷം നിലനിൽക്കെ തന്നെ ശശി തരൂരാണ്. ശശി തരൂരിനെ 2023 ഈ പലസ്തീൻ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് സേവ് പലസ്തീൻ റാലി നടത്തിയപ്പം കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗ് നടത്തിയപ്പോൾ ആ റാലിയിലെ മുഖ്യ പ്രഭാഷകനായിട്ട് ഇങ്ങേരെ വിളിച്ചു. ഇങ്ങനെ പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ കൂടെ ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് പറഞ്ഞു അവിടെ വെച്ച്. അത് ഫാക്റ്റാണ്, സത്യം പറഞ്ഞത്. കാരണം പുള്ളിക്ക് ചരിത്രബോധമുണ്ട്, പുള്ളിക്ക് ഐക്യരാഷ്ട്രസഭ പ്രവർത്തിച്ചതാണ്. പക്ഷേ ഇവരാഗ്രഹിച്ചത് ഹമാസ് വിശുദ്ധ സംഘടനയാണെന്നും പിന്നെ മറ്റേ മാത്രം പറയുന്നുള്ളത്. പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, പക്ഷേ ഹമാസ് തീവ്രവാദ സംഘടനയാണ് എന്നുള്ള ഈ പലസ്തീൻ റാലിക്കകത്ത് പറഞ്ഞതോട് കൂടിയിട്ട് മുസ്ലിം ലീഗിന് ഇദ്ദേഹത്തോട് അകൽച്ച വന്നു തുടങ്ങി. 2025 ജൂലൈ മാസത്തിൽ ഇദ്ദേഹം ഇസ്രായേൽ അംബാസഡർ ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാനപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഉച്ചവിരുന്ന് സംഘടിപ്പിച്ചു. അപ്പം കോൺഗ്രസിൽ നിന്ന് ഇദ്ദേഹത്തോടൊപ്പം വിളിച്ച വേറെ 2 നേതാക്കന്മാർ അതിൽ പങ്കെടുത്തില്ല. ഇദ്ദേഹം പോയി, BJPയുടെ നേതാക്കന്മാരും പോയി, ഇവരൊക്കെ പോയി ഉച്ചയൂണ് കഴിച്ച് പിരിഞ്ഞു. അത് വലിയ പ്രശ്നമായി കോൺഗ്രസിനകത്ത്. കാരണം പാർട്ടിയുടെ മറികടന്ന് കൊണ്ടുപോകുന്നു എന്നുള്ള തോന്നൽ. അതിനുശേഷം പിന്നീട് ഇദ്ദേഹം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോഴും അദ്ദേഹം പാർട്ടിയോട് ചോദിക്കാതെ പോയി എന്നുള്ള പാർട്ടി കൊടുത്ത ലിസ്റ്റിനകത്ത് കോൺഗ്രസിന് കാണിച്ച അബദ്ധമാണ്. കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിനകത്ത് CPM ജോൺ ബ്രിട്ടാസിനെ കൊടുക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഏറ്റവും ഏബിളായിട്ടുള്ള ആൾക്കാരെ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവർ പിന്നെ അല്ലാതെ അവരുടെ ലിസ്റ്റ് അവർ തയ്യാറാക്കുന്നു. BJP കോൺഗ്രസിനോട് ലിസ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്ത് പോയാൽ പിന്നെ ഈ കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഇമേജുള്ള ആളുകളെയല്ല കൊടുത്തത്. അത് കൊടുക്കാതെ വേറെ ഉള്ള കണ്ട അവനെ ഇവനെയൊക്കെ പിടിച്ചിട്ട് ഇവർ ലിസ്റ്റ് കൊടുത്തു. അവർക്ക് അവിടെ പോയിട്ട് വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെ നിന്ന് ചായയും ചോറും കഴിച്ച് അവിടെ എല്ലാം പിന്നെ സംഭവം കണ്ടിട്ട് തിരിച്ചു വരാമെന്നല്ലാതെ ഇതിനേറ്റവും ഏബിളായിട്ടുള്ള ആൾ ഇവരെ കയ്യിൽ ഈ സ്വർണ്ണം ഇരിക്കുമ്പം ഇവർ വഴി കിടക്കുന്ന സാധനം പെറുക്കിയിട്ട് പറഞ്ഞയക്കേണ്ട ആവശ്യമില്ല. അപ്പം BJP മുൻകൈ എടുത്തിട്ട് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ് വെട്ടിയിട്ട് ശശി തരൂരിനെ ഉൾപ്പെടുത്തി. അതൊരു നയതന്ത്രപരമായിട്ടുള്ള വിജയത്തിന് ഗുണം ചെയ്യുന്ന, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശത്ത് പോയി കഴിഞ്ഞാൽ ശശി തരൂരിനെ ഇവിടെ നിങ്ങൾ ആരാന്നാരും ചോദിക്കത്തില്ല. എല്ലാ വിദേശകാര്യ വകുപ്പ് മന്ത്രിമാർക്കും സെക്രട്ടറിമാർക്കും ഒക്കെ അറിയാവുന്നതാണ്, കാലങ്ങളായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഒന്നുമല്ലെങ്കിൽ അവിടുത്തെ എക്സ്റ്റേണൽ അഫെയർസിലുള്ള ഒരു ഫോറിൻ അഫെയർസിലുള്ള വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെങ്കിലും എന്തായാലും ഇദ്ദേഹത്തെ അറിയും ശശി തരൂർ ആരാണെന്നുള്ളത്. അപ്പോൾ ആ ഓപ്പറേഷൻ സിന്ദൂറിൽ പിന്നെ പങ്കെടുത്തത് വലിയ പ്രശ്നമായി.
വലിയ പ്രശ്നമായി, അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ വരുന്നതൊക്കെ അങ്ങനെയാണ്. ആ സമയത്ത് ഇദ്ദേഹം അത് മാത്രമല്ല സമീപകാലത്ത് തന്നെ ഇവിടെ പിന്നെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് തന്നെ രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തെ മൈൻഡ് അവഗണിക്കുന്ന രീതിയൊക്കെ കാണിച്ചതൊക്കെ സ്റ്റേജിൽ നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധി ഈ രീതി ഞാൻ പറഞ്ഞില്ലേ, തലമുതിർന്ന അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പിന്നെ നേതാവ്, ഒരു മുഖ്യമന്ത്രി വീട്ടിൽ വന്നപ്പോൾ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പം ഇപ്പോൾ ഇദ്ദേഹത്തോട് സംസാരിക്കാൻ നേരത്ത് പട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക, പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന ബിസ്ക്കറ്റിൽ ഒരെണ്ണം പുള്ളിക്ക് തല നീട്ടിയ ആളാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ അത് പർപ്പസ്ഫുള്ളി രാഹുൽ ഗാന്ധി ഇവരെ ഇൻസൾട്ട് ചെയ്യുന്നതല്ല. രാഹുൽ ഗാന്ധി പലപ്പോഴും ഒരു മൂഡ് സ്വിങ്ങിൻ്റെ ഭാഗമായിട്ട് അബ്നോർമലായിട്ട് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബേസിക്കലി നല്ല മനുഷ്യനാണ്, പാവമാണ്, നല്ല മനുഷ്യനാണ്, വിഷണറി ആയിട്ടുള്ള ലീഡറാണ്. പക്ഷേ പുള്ളി കൺസിസ്റ്റൻ്റ് അല്ല. ഇന്നിപ്പോൾ നിൽക്കുന്ന അതേ ആ ഒരു സ്റ്റെബിലിറ്റി നാളെ ഉണ്ടാവില്ല അദ്ദേഹത്തിന്. നാളെ പുള്ളിക്ക് മൂഡ് സ്വിങ് ഉണ്ടാവും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കുഴപ്പങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ ഈ ലക്ഷ്യ എന്ന് പറഞ്ഞിട്ട് വയനാട്ടിലെ ക്യാമ്പ് നടത്തിയപ്പം ഇദ്ദേഹത്തെ അതിനകത്ത് പങ്കെടുപ്പിക്കുന്നതിനകത്ത് KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും വളരെ അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. പിന്നെ അങ്ങനെ ഇദ്ദേഹം ഇല്ലെങ്കിൽ ഈ ഇലക്ഷനിൽ ഇടത്തളച്ച് നിന്നാൽ എന്തായിരിക്കും സ്ഥിതി? തിരുവനന്തപുരത്ത് നെഗറ്റീവായിട്ട് ബാധിച്ചേനെ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് പിന്നെ ഇദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിക്കുന്ന സ്ഥിതി ഉണ്ടായി. അതിനെല്ലാം ശേഷം ഇത് നടക്കുമ്പോൾ ലക്ഷ്യം നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നു. പ്രിയങ്ക ഗാന്ധി വിളിച്ച് പങ്കെടുക്കാൻ പറയുന്നു. ഇദ്ദേഹം ചെല്ലുന്നു. ബാക്കിയുള്ള നേതാക്കന്മാരോടും പറയുന്നു പിന്നെ ശശി തരൂരിനെ വേണ്ട രീതിയിൽ സ്വീകരിക്കണം എന്നുള്ളത് പറയുന്നു. ശശി തരൂരിനെ കൊണ്ട് വേദിയിൽ പ്രസംഗിപ്പിക്കുന്നു. ശശി തരൂരും നമ്മുടെ മുമ്പിൽ ചിത്രം ഓർമ്മയുണ്ട് നമുക്ക്. സണ്ണി ജോസഫും പിന്നെ BD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ശശി തരൂരും കൂടെ മാത്രം നിൽക്കുന്നത്. അവരാണ് ഏറ്റവും സീനിയർ ലീഡേഴ്സ് എന്നുള്ള മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ. അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ളത് അതൊരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള സമീപനം തന്നെയാണ്. അതിനകത്ത് ഇവർ ഡിപ്ലോമസി വിജയിച്ചു എന്ന് വേണം പറയാൻ. അത് മാത്രമല്ല പിന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശശി തരൂർ സംസാരിച്ചത് എന്നെക്കുറിച്ചുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണകളാണ്. പിന്നെ ഈ കോൺഗ്രസ് സംസ്കാരത്തിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷനിൽ പിന്നെ UDFനെ വിജയിപ്പിക്കാൻ, കോൺഗ്രസിനെ അധികാരത്തിലേറ്റാൻ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ സജീവമായിരിക്കുന്നു പറഞ്ഞ പോലെ തന്നെ പുള്ളിയെ കൊണ്ട് ഈ ഇലക്ഷൻ്റെ പിന്നെ ഡിക്ലെയർ ചെയ്ത് തൊട്ടോ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് തൊട്ടോ ഈ ഇലക്ഷൻ്റെ കൗണ്ടിങ് ഡേറ്റ് തൊട്ടോ ഇന്നിപ്പോൾ നമ്മൾ ഇരിക്കുന്നിടം വരെയോ ആവശ്യമില്ലാത്തൊരു വാക്ക് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ പുള്ളി ബലം കടിച്ച് നിൽക്കുകയായിരുന്നു. പുള്ളി പറഞ്ഞാൽ എന്നെ ആരും ക്ഷണിച്ചില്ലെന്നാ, കല്യാണമൊന്നും അല്ല അത് ക്ഷണിക്കാൻ. അപ്പം അങ്ങനെ പറഞ്ഞ ആൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മാന്യമായ സമീപനം സ്വീകരിച്ച് ഏറ്റവും പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒന്നും അല്ലെങ്കിൽ തലവേദനയൊന്നും ഉണ്ടാക്കാതെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സാധ്യതകൾക്ക് പുള്ളിയുടെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോറേൽപ്പിക്കാതെ നിന്നതിൻ്റെ ക്രെഡിറ്റ് പുള്ളിക്ക് എന്നതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്കും KC വേണുഗോപാലിനും കൂടി അവകാശപ്പെട്ടതാണെന്ന് നമുക്കൊന്ന് സംശയം പറയാം.